ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളോടും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു എന്നതിന്റെ അർത്ഥം മറ്റുള്ളവർക്ക് ഭയമാണ്. എന്തേ പറയണു, ഞാൻ ക്ഷമിക്കുകയോ? ക്ഷമിക്കാൻ നമുക്ക് അധികാരം തന്നിട്ടില്ലല്ലോ. ക്ഷമിക്കാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല അന്ന്. എന്നാൽ എന്തിനധികാരം കൊടുത്തിട്ടുണ്ട്? എന്തിനധികാരം കൊടുത്തിട്ടുണ്ട്? ശിക്ഷിക്കാൻ അധികാരം കൊടുത്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ശിക്ഷിക്കാം. 2 പേര് തെളിവുണ്ടായാൽ മതി, ശിക്ഷിക്കാം. കൊലപാതകം വരെ നടത്താം. വിറക് പറക്കിയതിന് കൊന്നു ഒരാളെ, ശിക്ഷിക്കാം. പക്ഷെ അവർ ക്ഷമിക്കാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലാണ് പുതിയ നിയമം വരുന്നത്. ക്ഷമയുടെ നിയമം, സ്നേഹത്തിന്റെ നിയമം. അതാണ് ഈശോ പറഞ്ഞത്, ഇതെന്റെ രക്തമാകുന്നു. എന്തിനുള്ള രക്തം? നിങ്ങളുടെ പാപത്തിന്റെ ക്ഷമയ്ക്കുള്ള രക്തം. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, ഞാൻ നിന്നോട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഇത് അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ അവരറിയണം. എന്തറിയണം? മനുഷ്യപുത്രന് പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു. അപ്പോൾ ഉടനെ ഫരിസേയരും നിയമജ്ഞരും പറയും, ഇവനാരാണ്? ഇവരെന്താ ദൈവദൂഷണം പറയണേ? ഇവരാരാണ് ഈ പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരം കൊടുത്തേക്കണത്? മനസ്സിലാക്കണം, പാപം ക്ഷമിക്കാൻ അധികാരം യേശുക്രിസ്തുവിലൂടെയാണ് ഉണ്ടായത്. ദൈവം മനുഷ്യനായി അവതരിച്ചതിലൂടെയാണ് ഉണ്ടായത്. ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ ദൈവത്തിന്റെ അധികാരമായ പാപക്ഷമ മനുഷ്യനിലേക്ക് കൈമാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാം, പത്രോസ് പറഞ്ഞു, കർത്താവേ, എത്ര പ്രാവശ്യം ക്ഷമിക്കാം ഒരാളോട് ഒരു ദിവസം? ഒരു 7 പ്രാവശ്യം. ഇത് പരിചയരാരും കേൾക്കാഞ്ഞത് നന്നായി. 7 പ്രാവശ്യമല്ല. എന്താ നിങ്ങളൊന്ന് പറഞ്ഞേ, എത്ര പ്രാവശ്യം? 70 പ്രാവശ്യം ക്ഷമിക്കൂ. ഒന്ന് പറഞ്ഞു, ഈ കൽപ്പന നമ്മൾ ആരെങ്കിലും പാലിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. ഈ ഒറ്റ കാര്യം പാലിച്ചാൽ മതി. 70 പ്രാവശ്യം പോട്ടെ, 7 പ്രാവശ്യം ഒന്ന് ക്ഷമിക്കാമോ? ഇതാണ് പുതിയ നിയമം. ഇതാണ് പുതിയ നിയമം. നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പഴയ നിയമക്കാരാ, നിങ്ങൾ മോശയുടെ ആൾക്കാരാ, നിങ്ങൾ യേശുവിന്റെ ആൾക്കാരല്ല. യേശു കൊണ്ടുവന്നിരിക്കുന്നത് ക്ഷമിക്കുന്ന ഒരു നിയമമാണ്. ഈ 10 കൽപ്പനകളും ഒറ്റ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നു. ക്ഷമിക്കുന്ന ഒരു കൽപ്പന എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ കൽപ്പന. ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ നീ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് ക്ഷമിച്ച പോലെ നീയും ക്ഷമിക്കുക. അപ്പൊ അത് മാനുഷികമായിട്ട് സാധ്യമല്ല. ഇത് ഈശോനറിയാം. അതുകൊണ്ടാണ് ഉയർപ്പ് കഴിഞ്ഞിട്ട് ഈശോ അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പുതിയ നിയമത്തിന്റെ കേന്ദ്രബിന്ദു. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് വരദാന ഫലങ്ങളെല്ലാം ഒരു വശത്ത് തീർച്ച. പക്ഷെ അതൊന്നുമല്ല പരിശുദ്ധാത്മാവിന്റെ മുഖ്യ പ്രവർത്തനത്തിന്റെ കേന്ദ്രബിന്ദു. ദൈവത്തിന്റെ അധികാരമായിരുന്ന ക്ഷമ എന്നത് മനുഷ്യനെ നൽകിയിരിക്കുന്നു. നിനക്ക് ക്ഷമിക്കാനുള്ള അധികാരം തന്നിരിക്കുന്നു. നീ നിന്റെ ഭാര്യയോട് ക്ഷമിക്കുക, നീ നിന്റെ ഭർത്താവിനോട് ക്ഷമിക്കുക, നീ നിന്റെ മക്കളോട് ക്ഷമിക്കുക, നീ നിന്റെ അപ്പനോട് ക്ഷമിക്കുക, അമ്മയോട് ക്ഷമിക്കുക, അമ്മായിയപ്പനോട് ക്ഷമിക്കുക, അമ്മായിയമ്മോട് ക്ഷമിക്കുക. അതിനു വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിലെ ഇനി നയിക്കേണ്ടത്. ഈ ക്ഷമിക്കുന്ന സ്നേഹം പരിശുദ്ധാത്മാവ് നമ്മളിൽ നൽകിയിരിക്കുന്നത് മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും കുംഭസാരത്തിലൂടെയും ഈ സ്നേഹവും ഈ കൃപയും നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നും നമ്മൾ പഴയ നിയമത്തിലല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ്? പുതിയ നിയമത്തിലാണ്.
പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ച് ബാധകമല്ല. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നിന്ന കൽപ്പനകൾ അനുസരിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഇത്ര തലമുറ ശിക്ഷയുണ്ടാവും. ഈ ശിക്ഷ യേശുക്രിസ്തു ഏറ്റെടുത്തോ? ഈ ശിക്ഷ യേശുക്രിസ്തു ഏറ്റെടുത്തോ? അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ പിന്നെ ആര് ശിക്ഷിക്കും? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധി ഉണ്ടോ? അപ്പോൾ ഇപ്പോഴും യേശുക്രിസ്തുവിൽ സ്നാനം സ്വീകരിച്ച് നമ്മൾ ഇനിയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പാപത്തെ പ്രതി നമ്മളെ ശിക്ഷിക്കും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഒന്നില്ലെങ്കിൽ നീ ഒരു ക്രിസ്ത്യാനി അല്ല, അല്ലെങ്കിൽ നീ മാമോദീസ സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മാമോദീസയുടെ അർത്ഥം അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വാസമില്ല എന്നർത്ഥം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം പറയുകയാണ്. ഉറക്കപ്പിശാചി പോയില്ലേ, ഒറ്റയടിക്ക് പോയി. അത് പ്രൈസ് ദ ലോർഡ്. റോമർ 8:1. ആകയാൽ ഇപ്പോൾ എല്ലാവരും കർമ്മീയർത്തി ഉച്ചത്തിൽ ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഹലോ, ഈ ഗ്ലാസ്സിനെ ശ്രദ്ധിക്കുക. ഈ ഗ്ലാസ്സിൽ കുറച്ച് കൃപയേ ഉള്ളൂ. ഈ ഗ്ലാസ് പകുതി നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ പകുതി കൃപയാണ്. അപ്പൊ ഇത് നിറയാത്ത ബാക്കി ഭാഗം എത്ര? അതിലെന്താ? പാപമാണ്. പക്ഷേ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഈ പാപം ആരേറ്റെടുക്കും? യേശുക്രിസ്തു ഏറ്റെടുക്കോ? ഇതാണ് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ സംഭവിക്കുന്നത്. വാസ്തവത്തിൽ യേശുക്രിസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കുരിശിൽ യേശുക്രിസ്തു ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ആ പാപം ഏറ്റെടുത്തതിന് ശേഷം ഹൃദയത്തിലൂടെ ഒഴുകിയ രക്തവും ജലവുമാകുന്ന കൃപ കുമ്പസാരത്തിലൂടെ നമ്മിലേക്ക് ഒഴുകുന്നു. ഇതാ കുമ്പസാരിക്കാൻ പോവുകയാണ്. കുമ്പസാരിക്കാൻ പോകുമ്പോൾ പാപം മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, മറിച്ച് എന്ത് നോക്കണം? കൃപയെ നോക്കണം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? കൃപ. നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് നമ്മളെ കൃപ കൊണ്ട് നിറയ്ക്കുന്നു. ഇതാ കുമ്പസാരം ആരംഭിക്കുന്നു. നാളെ കുമ്പസാരിക്കുന്നതിനുള്ള ഒരുക്കമാണിത്. കുമ്പസാരം ആരംഭിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂദാശയാണ് കുമ്പസാരം. എന്താണ് കൂദാശ എന്ന് പറഞ്ഞാൽ? കൂദാശയുടെ നിർവചനം എന്താ? കൂദാശ എന്നാൽ എന്താകുന്നു? പറഞ്ഞേ. കാറ്റഗിസം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഞാൻ പറയാം. അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാകുന്നു കൂദാശ. ഒന്ന് പറഞ്ഞ എല്ലാവരും. അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളം. എല്ലാ കൂദാശകളും 7 കൂദാശകളാണുള്ളത്. 7 കൂദാശകളും അദൃശ്യമായ ദൈവകൃപയുടെ യേശുക്രിസ്തുവിലൂടെ വന്നത്. പഴയ നിയമത്തിലില്ല. അത് പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ കൂദാശകൾ. ഇതാ കൂദാശ ആരംഭിക്കുന്നു. അദൃശ്യമായ ദൈവകൃപ ഈ ആത്മാവിലേക്ക് ഒഴുകുന്നു. കുമ്പസാരം ആരംഭിച്ചു. ഇതാ കൃപ ഒഴുകുന്നു. കൃപ ഒഴുകുമ്പോൾ പാപം പുറത്തേക്ക് പോകുന്നു. പാപം യേശുക്രിസ്തു ഏറ്റെടുക്കുന്നു. കൃപ ഒഴുകുന്നു. കൃപ കൊണ്ട് നിറയുന്നു. ഇതാ കൃപ നിറയുന്നു. കണ്ടോ? ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? കൃപ നിറഞ്ഞിരിക്കുന്നു. കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്ന് പറയുന്നില്ല. കുമ്പസാരം കഴിഞ്ഞു. കൃപ നിറഞ്ഞോ? കൃപ നിറഞ്ഞു. പക്ഷേ ഈ കൃപയും കൊണ്ട് തത്തിക്കളിച്ച് പോണ നേരത്ത് അല്പം ഈ കൃപ താഴെ പോകണം, അല്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ കുമ്പസാരിക്കാം, വീണ്ടും പശ്ചാത്തപിക്കാം. അപ്പോൾ കൃപയാണ് കുമ്പസാരത്തിൽ നമുക്ക് ലഭിക്കുന്നത്. കൃപ.
പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപത്തെ അകറ്റാൻ നമുക്ക് സാധ്യമല്ല. ഒന്ന് പറഞ്ഞേ, നമ്മുടെ പാപത്തെ അകറ്റാൻ നമുക്ക് സാധ്യമല്ല. സാധ്യമായിരുന്നു എങ്കിൽ പിന്നെ യേശുക്രിസ്തു വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? മോശ വഴിയുള്ള നിയമം മതിയായിരുന്നില്ലേ? അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നത്. 1-ാം അധ്യായം 16-ഉം 17-ഉം വചനത്തിൽ പറയുന്നത് ഇതാണ്: മോശ വഴി നിയമം വന്നു, യേശു വഴി കൃപയും സത്യവും വന്നു. വായിച്ചേ 1:16. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, കൃപയ്ക്കുമേൽ കൃപ. അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ നിറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 1:17. നീ മത്തായി അടുത്ത ഒന്ന് പറഞ്ഞാൽ അവർ കരം ഉയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ 1-ാം അധ്യായം 16-ാമത്തെ വചനം പറയുകയാണ്: അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. നിയമം മോശ വഴി വന്നു, കൃപയും സത്യവുമാകട്ടെ യേശു വഴി വന്നിരിക്കുന്നു. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? അവന്റെ പൂർണ്ണതയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ടില്ലേ, നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പാപം ചെയ്താൽ ശിക്ഷിക്കുന്ന ഒരു ദൈവമാണ്. അപ്പൊ നമ്മൾക്ക് 0 മാർക്കാ കിട്ടുക. 0 മാർക്ക്. കർത്താവ് ഈശോമിശിഹ ഇത്രയും വലിയ പാപമോചനത്തിന്റെ ബലിയർപ്പിച്ചിട്ടും നമ്മൾ ആ പാപമോചനത്തിൽ വിശ്വസിക്കാതെ, നമ്മളിപ്പോൾ ഒരാൾ മദ്യപിച്ച് വീട്ടിൽ വരികയാണെന്ന് ഉദ്ദേശിച്ചോ, നമ്മുടെ ഭർത്താവോ സഹോദരനോ ഭാര്യയോ മദ്യപിക്കുന്നവളാണെങ്കിൽ ഈ മദ്യപിക്കുന്ന ആളോട് നമ്മളുടെ പ്രതികരണം എന്തായിരിക്കും? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഇങ്ങനെ കുടിച്ചു പറയരുത്, ഞാൻ അടുത്ത പ്രാവശ്യം കുടിച്ചു പറയാൻ നിന്റെ കാല് ഞാൻ തല്ലി അടിക്കും, വീട്ടിൽ നിന്ന് പുറത്താക്കും. മനസ്സിലായിട്ടുണ്ടോ? ഇതല്ലേ നമ്മുടെ പ്രതികരണം? എന്ന് പറഞ്ഞേ, എന്താ ചേട്ടന്മാർ? ആരെങ്കിലും ഇങ്ങനെ പറയാറുണ്ടോ? എൻ്റെ ചേട്ടാ, എൻ്റെ സഹോദര, എനിക്കറിയാം നിന്റെ ഈ മദ്യപാനം നിന്റെ കുറ്റമല്ല. ഇങ്ങനെ ആരെങ്കിലും പറയോ? ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് നിന്നിലുള്ള ഒരു ദുസ്വഭാവമാണ്. ഇതിനെ അകറ്റാൻ നീ ജീവിതകാലം മുഴുവൻ നീ പരിശ്രമിച്ചാലും നിനക്ക് പറ്റില്ല. എന്നാലേ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് കർത്താവ് ഈശോ മിശിഹായോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, കർത്താവ് ഈശോ മിശിഹ കുരിശിൽ മരിച്ചപ്പോൾ നിന്റെ പാപം കൂടി ഏറ്റെടുത്തിട്ടാ മരിച്ചത്. എന്താ നീ പറയണേ? 2000 വർഷം മുമ്പ് കർത്താവ് ഈശോ മിശിഹ എൻ്റെ പാപം എങ്ങനെ ഏറ്റെടുത്തു? ഞാൻ ഇന്ന് ജീവിക്കണ ഞാൻ, നീ എന്തൊട്ടി പറയണേ? അതാണ് നമ്മുടെ വിശ്വാസം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഈശോ മിശിഹ ലോകത്തിന്റെ സകല പാപങ്ങളും ഏറ്റെടുത്തതിൽ ചേട്ടന്റെ മദ്യപാനവും അതിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? 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 ഒന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് ചേട്ടൻ പേടിക്കണ്ട. നമുക്ക് രണ്ടുപേർ കൂടി യേശുക്രിസ്തുവിലൊന്ന് മുട്ടിപ്പായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് മാറും. ഇങ്ങനെ ഒന്ന് പറയാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെന്ന് പറയാൻ പറ്റുക. മറിച്ച് കണ്ടോ, ഞാൻ എന്തോരം പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് കുടിക്കുക, എന്നെ കുടിക്കുക, എന്നെ കുടിക്കുക, നിങ്ങൾ കുടിച്ചു കൊടുത്ത് ചാവുള്ളൂ, ചാവ് അവിടെ കിടന്നു എന്ന് പറയുമ്പോൾ നമ്മൾ 2 തെറ്റാ ചെയ്യുന്നത്. ഒന്ന്, കർത്താവിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച ഈ പൊന്നുമകനെ തിരസ്കരിക്കുന്നു, വെറുക്കുന്നു, ക്ഷമിക്കുന്നില്ല. 2, നമ്മൾ കർത്താവ് ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്ത് വിശ്വസിക്കുന്നില്ല എന്ന്? കർത്താവ് ഈശോ മിശിഹായാണ് നമ്മുടെ പാപം ഏറ്റെടുക്കുന്നതെന്ന് വിശ്വസിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ഇതാണ് ഇന്നത്തെ അവസ്ഥ. 2000 വർഷമായി കത്തോലിക്ക സഭ ഇവിടെ ഉണ്ടായിട്ട് ഇന്നും നമ്മൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ക്രിസ്ത്യാനിയാവുന്നത്? എന്താ നമ്മൾ വിശ്വസിക്കുന്നത്? ഇപ്പോ നമ്മൾ വിശ്വസിക്കുന്നത് നീ മര്യാദയ്ക്ക് കിടന്നോളണം, നീ മര്യാദയ്ക്ക് കിടന്നില്ലെങ്കിൽ നീ നരകത്തിൽ പോകും, നീ പാപം ചെയ്യുകയാണെങ്കിൽ നീ നരകത്തിൽ പോകും, നീ നന്മ ചെയ്യുകയാണെങ്കിൽ നീ സ്വർഗത്തിൽ പോകും. അതല്ല കത്തോലിക്ക വിശ്വാസം. അതല്ല, അല്ല, അല്ല. ഈ കുർബാനയിലുള്ള പ്രാർത്ഥനകളെല്ലാം പറയണത് എന്താ? ഈ കുർബാനയിൽ എല്ലാ പ്രാർത്ഥനകളും പറയണത്
നീതിയുടെ കവാടം ഞങ്ങൾക്കായി തുറക്കാം. ഇതൊന്നും നമുക്ക് പാടാൻ സമയമില്ല, ഇതൊന്നും നമ്മൾ പാടണില്ല. കാരണം പ്രത്യേകമായിട്ടുള്ള ഒരു പാട്ടാണ്, കുർബാനയിലെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാർത്ഥന. നീതിയുടെ കവാടം ഞങ്ങൾക്കായി തുറക്കണമേ. ചേച്ചി എങ്ങനെയാ എവിടെ പോയി മാറ്റി? നീതിയെങ്കിൽ പാപികളെ വരെയും ഈ കുർബാനയിലെ പ്രാർത്ഥനകളിൽ ഒരുപാട് പ്രാവശ്യം പറയുന്ന ഒരു കാര്യം ഇതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ പരിശുദ്ധാത്മാവ് ഇറങ്ങണി നീന്തി ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് അതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തുന്ന എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. അതിനു മുമ്പ് കുർബാന പ്രാർത്ഥനയിൽ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കെടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക്, ഇത് വലിയ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രധാന കാഴ്ചവെപ്പിൻ്റെ പ്രാർത്ഥനയിൽ എന്താ പറയുന്നത്? വാഴ്ത്തി വിഭജിച്ച് ശിഷ്യർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. എന്തരുളി ചെയ്തു? ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം. ആരുടെ പാപമോചനത്തിനായിട്ട്? നമ്മുടെ പാപമോചനത്തിനായിട്ട്. അതിനുശേഷം വീണ്ടും ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. അതിനുശേഷം കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് പല പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ഈ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ശിക്ഷാവിധിക്ക് കാരണമാകാതെ ഞങ്ങളുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും പൊറുതിക്ക് ഇടയാകട്ടെ. അപ്പോൾ നമ്മൾ ഓരോ ദിവ്യ ബലിയും ആ സംഭവിച്ച ബലി തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നതും. അതിലെല്ലാം നമ്മൾ പ്രഖ്യാപിക്കുന്നത് കർത്താവ് ഈശോ മിശിഹ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹയുടെ കൃപ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പം നമ്മൾ വായിച്ചില്ലേ, അവൻ്റെ സമ്പൂർണതയാൽ നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ നിറഞ്ഞു. എങ്ങനെ നമ്മൾ സമ്പൂർണരായത്? കർത്താവ് ഈശോ മിശിഹ അവിടുത്തെ കൃപാ സമുദ്രത്തിൽ ഞങ്ങളുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും കറ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്നേഹമുള്ളവർ, പിന്നെ എന്താ നമ്മളിപ്പോഴും അത് വിശ്വസിക്കാത്തത്? ഞാൻ വിശുദ്ധ നാട് സന്ദർശിക്കുമ്പോൾ ഈശോ ഗെത്സമനിയിൽ രക്തം വീർത്ത് തുള്ളിറ്റുറ്റ് വീണ അവിടെ പോയി നമുക്ക് മുത്താം. ആ പാറയിൽ നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം. മറ്റുള്ള സ്ഥലത്തെല്ലാം ചെല്ലുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിക്കും, കർത്താവ് എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. ഇവിടെ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് കർത്താവ് എന്നോട് ചോദിക്കുകയാണ്, എനിക്കറിയാം നീ ഇപ്പം എന്നോട് എന്താ ചോദിക്കാൻ പോണേന്ന്. തീർച്ചയായിട്ടും കർത്താവേ, അങ്ങേക്ക് എല്ലാം അറിയാലോ. നീ ചോദിക്കാൻ പോകുന്നത് ഞാൻ മനുഷ്യൻ്റെ പാപം മുഴുവൻ ഏറ്റെടുത്തിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യരിപ്പോഴും പാപം ചെയ്യുന്നതെന്നാണ്. ഇതെൻ്റെ സ്ഥിരം ചോദ്യം അല്ലേ? കർത്താവ് മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്തോ? എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും നമ്മൾ പാപം ചെയ്യുന്നത്? കർത്താവ് പറയാണ്, വാസ്തവത്തിൽ മനുഷ്യരിപ്പോഴും അത് വിശ്വസിക്കുന്നില്ല. മനുഷ്യരിപ്പോഴും അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. നമ്മൾ പൂർണ്ണമായിട്ടും അത് വിശ്വസിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കാത്തത് കൊണ്ട്
നമ്മൾ നമ്മുടെ മക്കളോട് തന്നെ എന്താ പറയണേ? മര്യാദയ്ക്ക് പറഞ്ഞനുസരിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ നല്ല തൊഴി കിട്ടും. ഇത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് എതിരാണത്. അപ്പൊ നമ്മൾ ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം പാപിയോട് കരുണയോടെ പെരുമാറുന്നു എന്നാണ്. എന്താണ് കരുണ എന്ന വാക്കിനർത്ഥം? കരുണ എന്ന് പറഞ്ഞാൽ എന്താ? കരുണ എന്ന് പറയുന്നത് ദൈവത്തിന് പാപികളോടുള്ള സ്നേഹത്തെയാണ്. ഇപ്പൊ ഫ്രാൻസിസ് പിതാവ് ഈ അടുത്ത വർഷം കരുണയുടെ വർഷമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഗ്രേറ്റ് ജൂബിലി. കാരണം ഇന്നും ലോകത്തിലുള്ള അവസ്ഥ, നമ്മൾ കരുണ കൊണ്ട് ചെല്ലണു, കരുണയുടെ നൊവേന ചെല്ലണു, ഫൊസ്റ്റീനയുടെ ഡയറി വായിക്കണു, പക്ഷെ കരുണ എന്താന്ന് ഇപ്പോഴും അറിഞ്ഞൂടാ. കരുണ എന്നത് ദൈവത്തിന് പാപികളോടുള്ള സ്നേഹത്തിനാണ് കരുണ. ഫരിസേയർക്ക് അതുണ്ടായിരുന്നില്ല. കാരണം അവർ നിയമം നിയമം നിയമം, ശിക്ഷ ശിക്ഷ ശിക്ഷ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ആരെയും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുമ്പോൾ നിങ്ങളെ തന്നെയാണ് നിങ്ങൾ വിധിക്കണേ. മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുത്ത് മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണ്ട. അത് നിങ്ങളും മാറ്റിയാൽ മാറൂല, അവരും മാറ്റിയാൽ മാറൂല. ആര് മാറ്റും? അത് കർത്താവ് മാറ്റും. ഞാൻ മാറ്റിക്കോളാം. അതിനുവേണ്ടി ഞാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, നിങ്ങൾ ശത്രുവിനെ എതിർക്കരുത്. അപ്പൊ ശത്രുവിനെ എതിർക്കാതിരുന്ന അതെന്ത് വേണമെങ്കിലും ചെയ്യാൻ വിട്ടേക്കണം. നിങ്ങൾ എതിർത്തത് കൊണ്ട് ശത്രു പോകാൻ പോണില്ല. ഞാൻ എതിർത്തോളാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനത് ചെയ്തോളാം എന്നാണ് അതിൻ്റെ അർത്ഥം. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മളുടനെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കാൻ പോവുകയാണ്. ഈ ആരാധനയുടെ നിമിഷത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കർത്താവ് കരുണാദ്രമായ സ്നേഹമാണ്. ഫരിസേയ മനോഭാവം നമ്മളിൽ നിന്നും മാറ്റി, മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവം മാറ്റി, പാപികളോട് സ്നേഹിക്കുന്ന കരുണാദ്രമായ സ്നേഹം. ആദത്തെയും ഹവ്വയെയും പാപം ചെയ്തതിന് ശേഷം ദൈവം ശിക്ഷിക്കുകയല്ല ചെയ്തത്. അവർക്ക് ഉടയാട ഉണ്ടാക്കി കൊടുത്ത്, അവർക്കൊരു ലെതർ ജാക്കറ്റ് കൊടുത്ത് അവരെ രക്ഷിക്കുന്നതിനുള്ള ആരംഭമിടുകയും, നീ പൊടിയാണ്, നിന്റെ ഈ മണ്ണിന്റെ സ്വഭാവം നിന്നിൽ ഉള്ളത് കൊണ്ടാണ് മോനെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, അതുകൊണ്ട് നീ പോയിക്കോ, നീ മണ്ണിനോട് മല്ലിട എന്ന് പറഞ്ഞാൽ നിന്നിലുള്ള മനുഷ്യ സ്വഭാവത്തോട് നീ മല്ലിടുക. നിന്നിലുള്ള ഈ പൊടിയുടെ സ്വഭാവത്തോട് ദൈവത്തിന്റെ കൃപാവരത്തിലൂടെ മല്ലിടുക. നിന്നിലുള്ള ഈ മണ്ണിന്റെ സ്വഭാവം അകറ്റാൻ വേണ്ടി ഞാൻ യേശുക്രിസ്തുവിനെ അയച്ചിരിക്കുന്നു. ആ യേശുക്രിസ്തുവിന്റെ തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി നിന്റെ കണ്ണിൽ തേക്കുമ്പോൾ നിനക്ക് കണ്ണിന് കാഴ്ച കിട്ടും. യേശുക്രിസ്തുവിന്റെ തുപ്പൽ എന്നത് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമാണ്. അത് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളിൽ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിമേൽ നമ്മൾ മണ്ണല്ല, നമ്മൾ വിണ്ണിന്റെ മക്കളാണ്, നമ്മൾ തങ്കപ്പൊടിയാണ്, നമ്മൾ സ്വർഗീയമായ വെളിവുള്ളവരാണ്, സ്വർഗീയമായ അഭിഷേകമുള്ളവരാണ്. ഈ ബോധ്യത്തിൽ നമുക്ക് രാജാവ്, നമ്മുടെ കൂടെയുള്ള രാജാവ് എഴുന്നള്ളുന്നു എന്ന ഗാനം ആലപിച്ചുകൊണ്ട് കർത്താവിന് നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഇന്നലത്തെ പോലെ നമ്മൾ ഇന്നും രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനു മുൻപ് നമ്മളുടെ വേദനകളും പ്രയാസങ്ങളും പാപങ്ങളും എല്ലാം കർത്താവിന് സമർപ്പിക്കും. നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണം. വരുവിൻ, നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം.